ദേശീയപാത നിർമ്മാണ പ്രദേശത്തെ വെള്ളക്കെട്ടിൽ വിമർശനവുമായി ഹൈക്കോടതി. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് പ്രശ്നത്തിന് കാരണം. സംസ്ഥാന സർക്കാർ ഇതിന് കൃത്യമായ പരിഹാരമുണ്ടാക്കണം. വിഷയത്തിൽ 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ തദ്ദേശ സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഈ ദേശീയപാതയിലെ നിർമ്മാണം നടക്കുന്നിടത്ത് വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി എന്തെല്ലാം വിമർശനങ്ങളാണ് ഉയർത്തിയത്? കോടതിയിൽ എന്താണ് സംഭവിച്ചത്? ലക്ഷ്മി, ദേശീയപാത നിർമ്മാണ പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൊച്ചി വരാപ്പുഴ പഞ്ചായത്ത് നൽകിയ ഹർജിയിലാണ് നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചില വിമർശന പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രശ്നത്തിന് കാരണം വിവിധ വകുപ്പുകൾ ഏകോപനമില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദേശീയപാത അതോറിറ്റിയുമായിട്ട് ആലോചിച്ച് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്ന് ഈ വിഷയത്തിൽ ഈ ഹർജിയിൽ തദ്ദേശ സെക്രട്ടറി ഹൈക്കോടതി കക്ഷി ചേർക്കുകയും 3 ആഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച് മറുപടി നൽകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ ചുമതല എന്നുള്ള നിലയിൽ റോഡിന്റെ വശങ്ങളിൽ ദേശീയപാത അതോറിറ്റി ഓടകൾ നിർമ്മിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുന്നുവെന്നാണ് ഡിവിഷൻ ബെഞ്ച് പരാമർശം നടത്തിയിരിക്കുന്നത്. വശങ്ങളിൽ ഓടകൾ ഇല്ലാതെ ഈ പാത പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പ്രദേശത്തെ വെള്ളക്കെട്ട് രൂക്ഷമാകും. ഇത് അപകടമുണ്ടാക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ NH അതോറിറ്റിയുമായിട്ട് ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജിയിൽ തദ്ദേശ സെക്രട്ടറിയെ കക്ഷി ചേർത്തുകൊണ്ട് മറുപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.